അങ്ങ് എത്രമാത്രം കേട്ടു എന്നെനിക്കറിയില്ല. ശബരിമലയിൽ ഭഗവാന്റെ സ്വത്ത് വകകൾ സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരു മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ ശ്രീ വി ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങയിലേക്ക് നേരിട്ട് വരുന്നു. ഒരു വിശദാംശവും ഇപ്പോൾ അങ്ങേക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കാണുന്നത് ഒരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിനെ വെല്ലുന്ന കഥകളും വിവരങ്ങളുമല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ജനം ടി വി വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, ക്രമക്കേടുകളെ കുറിച്ചൊരു പരമ്പര ആരംഭിച്ചു. മാഫിയ വാഴും ദേവസ്വം എന്ന്. ആ പേര് പോരാ എന്ന് തോന്നുന്നു. ശ്രീ ശങ്കുറ്റിദാസ്. ഞാൻ വളരെ ഉത്കണ്ഠയോടുകൂടി കേൾക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അവതരണം. ഞാൻ ആദ്യം മുതൽ തന്നെ കേട്ടു. അത് മുഴുവൻ കേൾക്കേണ്ട ദൗർഭാഗ്യം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റു ചില മാധ്യമങ്ങളിലാണെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളും അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങളും വളരെ ഗൗരവതരമാണ്. അതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ നമുക്ക് ആ കാര്യത്തിൽ ഞെട്ടലുണ്ടോ? നമുക്ക് ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു സംഗതിയാണെന്നുള്ള ചിന്തയുണ്ടോ? ഏറെക്കാലമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളൊരു പൊതുവായിട്ടുള്ള ധാരണ പൊതുസമൂഹത്തിനിടയിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ കാണിക്കുന്നത് ഒരു വലിയ കൊള്ളസങ്കേതമായിട്ട് ഇവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപീകരിക്കുന്നതിന് പിന്നിലെ താല്പര്യം? അതായത് രാജഭരണം അവസാനിച്ച് ജനാധിപത്യ ഭരണകൂടങ്ങൾ അധികാരം ഏൽക്കുന്നതിന് മുൻപ്, ട്രാവൻകൂർ കൊച്ചിൻ യൂണിയൻ ഉണ്ടാവുന്നതിന് മുൻപ് ഒരു മതേതര ജനാധിപത്യ ഭരണകൂടത്തിന് കീഴിൽ ക്ഷേത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭരണത്തിൽ ഈ പറയുന്നത് പോലെ വിശ്വാസികൾക്ക് പങ്കില്ലാതാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ ഭരണം താറുമാറാവും എന്ന ആശങ്കയെ തുടർന്നിട്ടാണല്ലോ ക്ഷേത്ര ഭരണത്തിന് വേണ്ടി ഒരു സ്വയംഭരണ സംവിധാനം, ഒരു സ്വതന്ത്ര പരമാധികാര സംവിധാനത്തെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവിതാംകൂർ കൊച്ചിൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാവുന്നത്. ആ നിയമത്തിന്റെ പശ്ചാത്തലം തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചിൻ മഹാരാജാവും തമ്മിൽ ഏർപ്പെടുന്ന ഒരു കവനന്റ് ആണ്. 1948 കവനന്റ് ആണ്. ആ കവനന്റ് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഓട്ടോണമിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ സ്വയംഭരണാധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയുള്ളതാണ്. ആ അടിസ്ഥാനപരമായിട്ടുള്ള പർപ്പസിനെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആണെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആണെങ്കിലും ഭരണത്തിൽ നമ്മൾ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന് മുകളിൽ ദേവസ്വം വകുപ്പ് എന്ന് പറയുന്ന ഒരു മന്ത്രാലയവും അതിന് ചുമതലക്കാരനായിട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ഈ പറയുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളെ മുഴുവൻ അപ്പോയിന്റ് ചെയ്യാനുള്ള പ്രൊസീജിയറിൽ മുഴുവൻ വലിയ അളവിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇന്റർഫറൻസും, ഇതൊന്നും അടിസ്ഥാനപരമായിട്ട് പാരന്റ് ആക്ടിന്റെ ഇച്ഛയ്ക്ക് അനുകൂലമായിട്ടല്ല. യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മെമ്പർമാരെ അപ്പോയിന്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു? പണ്ടത്തെ ഈ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് പ്രകാരമാണെങ്കിൽ ഒരു മെമ്പറെ അപ്പോയിന്റ് ചെയ്യേണ്ടത് രാജപ്രമുഖായിട്ടുള്ള തിരുവിതാംകൂർ മഹാരാജാവാണ്. തിരുവിതാംകൂർ മഹാരാജാവിന് രാജപ്രമുഖ എന്ന് പറയുന്ന സ്ഥാനം പെർമനന്റ് ആയിട്ട് നീക്കപ്പെടും എന്നാണ് കവനന്റിലുള്ള ഒരു വ്യവസ്ഥ. അത് പിന്നെ 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ വന്നപ്പോഴാണ് രാജപ്രമുഖിനെ എടുത്തു കളഞ്ഞിട്ട് ഗവർണർ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരംഗം അങ്ങനെ പോയി. രണ്ടാമത്തെ അംഗത്തെ മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങൾ നേർന്ന് നിർദ്ദേശിക്കണം എന്നുള്ളതാണ്. 1980-കൾക്ക് ശേഷം ഈ മന്ത്രിസഭയിലെ ഹിന്ദു അംഗം എന്നുള്ള പ്രൊവിഷനും എടുത്തു കളഞ്ഞു. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമാണെന്നും അവിടെയുള്ള ഹിന്ദു അംഗങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു വോയിസ് ഇല്ലെന്നും, അതുകൊണ്ട് തന്നെ മന്ത്രിസഭയുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു മന്ത്രി ഞാൻ വിശ്വാസിയാണ്, ഹിന്ദുവാണ്, ക്ഷേത്രാരാധനയിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള സത്യവാങ്മൂലം കൊടുക്കേണ്ടതില്ല എന്നുള്ള വ്യവസ്ഥ നിശ്ചയിക്കപ്പെട്ടു. പിന്നെ ഏറ്റവും അവസാനത്തെ പ്രൊവിഷനാണ് നിയമസഭയിലുള്ള ഹിന്ദു MLA മാർ എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന ആന്റി ഡിഫെക്ഷൻ ലോ ഒക്കെ വന്നതിന് ശേഷം MLA മാര് പാർട്ടി വിപ്പിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് വന്നതോടുകൂടി ഹിന്ദു MLA എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയില്ല. അത് മുന്നണിയുടെ താല്പര്യമാണ്, പാർട്ടിയുടെ താല്പര്യമാണ്. അപ്പൊ ഇത് അടിസ്ഥാനമായിട്ട് ഈ പറയുന്ന ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ആവട്ടെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവട്ടെ, ഇത് ഉണ്ടാക്കിയതിന് പിന്നെ പർപ്പസ് കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. ഇത് സമ്പൂർണ്ണമായിട്ട് രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഭരിക്കുന്ന സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായി മാറി. അങ്ങനെ വന്നതോടുകൂടി ഈ സംവിധാനത്തിന് യഥാർത്ഥത്തിൽ നിലനിൽക്കാനുള്ള അർഹത തന്നെ ഇല്ലാതെയായി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പൊ നോക്കി, ഇവിടെ ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള വിഷയം, ഇപ്പൊ നമുക്ക് അറിയാത്ത വിഷയങ്ങൾ, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളെ പറ്റി നേരിട്ട് അറിവുണ്ടാവും. നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇതിനോടകം വന്നിട്ടുള്ള വിഷയം എന്താണ്? അതായത് 1999 വിജയ് മല്യ എന്ന് പറയുന്ന വ്യവസായി സ്വന്തം ചെലവിൽ 30 കിലോ സ്വർണം കൊടുത്ത് ഗോൾഡ് ക്ലാഡ് ചെയ്തിട്ടുള്ള ശ്രീകോവിൽ, ഗോൾഡ് പ്ലേറ്റഡ് അല്ല, സ്വർണം പൂശുകയല്ല ചെയ്തത്, ഗോൾഡ് ക്ലാഡിംഗ് ആണ് ചെയ്തത്, സ്വർണം പൊതിയാണ് ചെയ്തത്. ഈ സ്വർണം പൂശാൻ, സ്വർണം പൊതിയുന്നതിന്റെ 10 ഭാഗം സ്വർണം മതി.
അതിന്റെ എത്രയോ ഇരട്ടി സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഗോൾഡ് ക്ലാഡിംഗ് നടത്തുന്നത്. അങ്ങനെ 30 കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഈ തനി തങ്കത്തെ, സ്വർണത്തെ കനം കുറഞ്ഞ സ്വർണ്ണ തകിടുകളാക്കിയിട്ട് കനം കുറച്ച് പരത്തി അങ്ങനത്തെ 6-7 ലെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഈ ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങൾ അത് ചെമ്പാണ്, അതുകൊണ്ട് അത് രണ്ടാമത് സ്വർണം പൂശണം എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. 2019 ദേവസ്വം ബോർഡിന്റെ യോഗം ചേർന്നിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഓർഡർ. ആ ഓർഡറിൽ ഇത് കോപ്പർ പ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് കൊണ്ടേ കൊടുത്തു വിടുന്നതും ഇതിൽ നിന്ന് അനധികൃതമായിട്ട് സ്വർണം മുഴുവൻ വേർതിരിച്ചെടുക്കുന്നതും എന്നിട്ട് വളരെ കുറഞ്ഞ അളവിലുള്ള സ്വർണം പുതിയ പ്ലേറ്റ് നിർമ്മിച്ചിട്ട് അതിൽ പൂശുന്നതും അത് തിരിച്ചുകൊണ്ടേ വെക്കുന്നതും 6 കൊല്ലമായിട്ട് ഇതിനെ പറ്റിയിട്ടൊരു അന്വേഷണമോ യാതൊരു തരത്തിലുള്ള വെളിപ്പെടുത്തലോ പോലും ഉണ്ടാവാത്തതും അവസാനം ഹൈക്കോടതിയുടെ സ്വമേധയുള്ള ഇടപെടൽ കൊണ്ട് യാദൃശ്ചികമായിട്ട് ഈ സംഗതികൾ പുറത്തു വന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ എന്താണ് അവിടുത്തെ യാഥാർത്ഥ്യം? ഇപ്പൊ ദ്വാരപാലക ശില്പത്തിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പൊ അന്വേഷിച്ചു പോയപ്പോ എന്താ, ദ്വാരപാലക ശില്പത്തിന്റെ മാത്രമല്ല അവിടുത്തെ സ്വർണത്തിന്റെ കട്ടിള അതും ഇതേപോലെ സ്വർണ്ണം എക്സ്ട്രാക്ട് ചെയ്തിട്ട് വളരെ കുറഞ്ഞ അളവിൽ സ്വർണം പൂശിയിട്ടുണ്ട്. അതിനുശേഷം ഡോറുകൾ ഇവിടെ നിന്ന് അഴിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുള്ള ഡോറേ അല്ല അവിടെ എത്തിയിട്ടുള്ളത്. അവിടെ എത്തിയിട്ടുള്ളത് പുതിയ നിലമ്പൂർ തേക്ക് കൊണ്ട് ഡോർ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളെ കോപ്പർ പ്ലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ഡോറാണ് അവിടെ എത്തിയിട്ടുള്ളത്. കിലോ കണക്കിന് തൂക്കം വരുന്ന ഡോർ എവിടെ പോയി എന്ന് അറിയില്ല. ശ്രീകോവിലിൽ മുഴുവൻ പൂശിയിട്ടുള്ള 30 കിലോ സ്വർണം എവിടെയാണെന്നതിനെ പറ്റി യാതൊരു ധാരണയില്ല. കൺമുന്നിൽ, അയ്യപ്പസ്വാമിയുടെ കൺമുന്നിൽ, നമ്മുടെ കൺമുന്നിൽ നിന്നാണ് ഇത്രയും വലിയ മോഷണം അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുഴുവൻ ഒത്താശ ചെയ്തിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ സംവിധാനമാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം നേതൃത്വത്തിലല്ല. ഇത് ഹയർ ലെവൽ ഡിസിഷൻ ആണ്. ഒരു ദേവസ്വം ബോർഡ് യോഗം ചേർന്നിട്ട് ആ യോഗത്തിൽ ഒരു തീരുമാനമെടുത്ത ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, തനി തങ്കത്തെ ചെമ്പാക്കി മാറ്റുന്നതും ആ ചെമ്പിനെ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തയക്കുകയും ചെയ്യുന്നത്. ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. സാമാന്യപരമായിട്ടുള്ള വിശ്വാസികളുടെ, ഭക്തരുടെ വികാരത്തിനെതിരായി പ്രവർത്തിക്കുന്നു. ഒരു കൊള്ളസംഘമായിട്ട് ഈ കൂട്ടര് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പൊ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ എന്താ കാണുന്നത്, അയ്യപ്പസ്വാമിയുടെ യോഗദണ്ഡ് സ്വർണം പൂശാനാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത്ര അയ്യപ്പസ്വാമിയുടെ കഴുത്തിലിടുന്ന രുദ്രാക്ഷമാല സ്വർണം പൂശാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് യോഗദണ്ഡ് സ്വർണം പൂശുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതായത് ഒരാൾ തനിക്ക് രാജാധികാരമോ അങ്ങനെ രാജാവിന്റെ പ്രിവിലേജോ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് സന്യാസം സ്വീകരിക്കുന്നതിന്റെ ലക്ഷണമായിട്ട് ധരിക്കുന്നതാണ് യോഗദണ്ഡ്. ആ യോഗദണ്ഡ് ആരെങ്കിലും സ്വർണം പൂശുവോ? അതായത് ഒരാള് ലൗകിക ജീവിതത്തിൽ നിന്നൊക്കെ വിരക്തി വന്നിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷാടകനായി ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഒരു ഭിക്ഷാപാത്രവുമായിട്ട് ജീവിക്കുമ്പോൾ ഈ ഭിക്ഷാപാത്രം സ്വർണം പൂശി കൊടുക്കുക എന്നൊരു ഏർപ്പാടുണ്ടോ? ഇത് വേണ്ടാത്തതിന്റെ അടയാളമാണ് ഈ യോഗദണ്ഡ്, ഈ ഉപേക്ഷയുടെ അടയാളമാണ് യോഗദണ്ഡ്. എന്നിട്ട് ആ യോഗദണ്ഡ് പോയിട്ട് സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തി ഇവരുടെ പരിപാടി? അപ്പൊ ഇതൊന്നും നിയന്ത്രിക്കാൻ അവിടെ യാതൊരു സംവിധാനവും ഇല്ല. തന്ത്രി എന്നൊക്കെ പറയുന്ന ആളുകൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്? അതേപോലെ തന്നെ രുദ്രാക്ഷമാല എന്ന് പറഞ്ഞ സന്യാസ ലക്ഷണമാണ്. ഇതിന്റെ മഹാരാജാവിനെ കാണാൻ വേണ്ടി കുറച്ചു ദിവസം ഈ രാജകുമാരനായിട്ട് ഇരുന്നതിന് ശേഷം വീണ്ടും യോഗനിദ്രയിൽ പ്രവേശിക്കുന്നതിന്റെ ചിഹ്നമായിട്ടാണ് ഈ മാല ഇടുന്നത്. ഈ മാലയിൽ സ്വർണം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം? ഈ പറഞ്ഞതുപോലെ ഈ സ്വർണം മുഴുവൻ, അവിടെയുള്ള സ്വർണം മുഴുവൻ, അയ്യപ്പസ്വാമിക്ക് ഭക്തന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വർണം മുഴുവൻ കൊള്ളയടിച്ചതിന് ശേഷം ഇനി കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് സ്വർണം പൂശുകയും ആ പൂശുന്നതൊക്കെ ഇവര് തന്നെ അടിച്ചു മാറ്റുകയും ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള സങ്കല്പം. ഇപ്പൊ ദ്വാരപാലകൻ എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിന്റെ കാവൽക്കാരനാണ്. ശ്രീകോവിലിൽ നിന്ന് ആരെങ്കിലും മോഷണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു രക്ഷാപുരുഷനായിട്ടാണ് ദ്വാരപാലകനെ അടിച്ചിട്ടുള്ളത്. ആ ദ്വാരപാലകനെ തന്നെ മോഷ്ടിക്കുക. ഈ എവിടെ എത്തി ഇവരുടെ പരിപാടി? ഈ കാവൽക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന പോലെ ഒരു അടിമുടി കൊള്ളസംഘമാണ് ഇവര്. അവിടെ എന്താണ് അവിടെ ബാക്കിയുള്ളത്? അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം ആ വിഗ്രഹത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ അടർത്തി കൊണ്ടുപോവോ ചുരണ്ടി കൊണ്ടുപോവോ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇപ്പൊ ശരിക്കുള്ളതാണെന്ന് അറിയില്ല. ഇത് തന്നെ ഇവരുടെ ആരുടെയും അന്വേഷണം കൊണ്ടോ ഈ പറയുന്നവരുടെ ആരുടെയും എന്തെങ്കിലും തരത്തിലുള്ള ഇതുകൊണ്ടോ പുറത്തു വന്നല്ല. ഇത് യാദൃശികമായിട്ട് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഈ പറയുന്നത് പോലെ ഈ അയ്യപ്പ സംഘം എന്നുള്ള പേരിൽ ഒരു വ്യാജ സംഘം ഇവർ നടത്താൻ തീരുമാനിച്ച സമയത്ത് ഈ 2025 വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോവുകയും ആ കൊണ്ടുപോയത് ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടല്ലെന്ന് പറഞ്ഞ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തപ്പോ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട പഴയ രേഖകൾ വിളിച്ചു വരുത്തിയപ്പോ 2019 മഹസർ ദൈവാധീനം കൊണ്ട് ആ ന്യായാധിപന്റെ മുന്നിൽ രാജാ വിജയരാഘവൻ എന്ന് പറയുന്ന ആ ജഡ്ജിന് മുമ്പിൽ ഈ 2019 മഹസർ വരികയും ആ മഹസറിൽ
ആദ്യം ഓൾറെഡി സ്വർണം പൂശിയിട്ടുള്ള സാധനം വീണ്ടും കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയി കണ്ടപ്പോ ഇത് എന്തിനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇതിനടുത്തൊരു സംശയം തോന്നുകയും ചെയ്തുകൊണ്ടാണല്ലോ ഇതിപ്പോ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കൂ, എന്നിട്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇതിനൊരു ഉത്തരവാദി പോലും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിനെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നു, സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് സംസാരിക്കുന്നു. ഇത്ര വലിയ കൊള്ള നടന്നതിന് ആരാണ് ഉത്തരവാദി എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ഒരാൾക്കെതിരെ പോലും ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്നാണ് ഇപ്പൊ ഈ വിഷയത്തിൽ ഇത് 1.5 മാസം ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഇന്നാണ് ഇപ്പൊ ഈ വിഷയത്തിന്റെ പോലെ ഒരു FIR ഉണ്ടായിട്ടുള്ളത്. ഒരു അറസ്റ്റ് പോലും ഇതുവരെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഈ കൊണ്ടുപോയിട്ടുള്ള സംഗതികളൊക്കെ എവിടെയാണെങ്കിൽ തിരിച്ചു കിട്ടുന്ന പരുവത്തിലാണോ എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയില്ല. അപ്പോ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള സംഗതികൾ തന്നെ ഇതൊരു അടിമുടി കൊള്ളസംഘമാണ്. ഇവര് ദേവനെ വരെ മോഷ്ടിക്കുന്ന എന്താ പറയാ അമ്പലമെഴുകികളാണ് എന്നത് വ്യക്തമാക്കുന്ന സംഗതികളാണ്. എന്നാൽ ഇത് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളതല്ല, ഇത് എത്രയോ കാലമായിട്ട് ശ്രീ ഇങ്ങനെയാണെന്നും ശങ്കുറ്റി ദാസ്